കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കും. ആദ്യ 100 ദിവസം പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. പിന്നീട് മറ്റ് ബസ്സുകളിലേക്കും നടപ്പാക്കാനാണ് തീരുമാനം. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. ആദ്യത്തെ 100 ദിവസം പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. 100 ദിവസത്തിന് ശേഷം മറ്റ് ബസ്സുകളിലേക്കും നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും റിസർവേഷൻ സംവിധാനമുള്ള സർവീസുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉടൻ ലഭിക്കില്ല. ഉയർന്ന സർവീസുകളിൽ പദ്ധതി നടപ്പാക്കുന്നത് വലിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾക്കും വരുമാന നഷ്ടത്തിനും കാരണമാകുമെന്നാണ് KSRTC വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യയാത്ര പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചത്. പദ്ധതി നടപ്പാക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ 100 ദിനം പദ്ധതിയെക്കുറിച്ച് പഠിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കാനാണ് നീക്കം. പദ്ധതി നടപ്പാക്കുന്നതിലൂടെ KSRTCക്ക് പ്രതിമാസം 90 മുതൽ 100 കോടി രൂപ വരെ അധിക ബാധ്യത വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ തുക സർക്കാർ മുൻകൂറായി KSRTCക്ക് നൽകിയാൽ മാത്രമേ പദ്ധതി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് വിലയിരുത്തൽ. CDNet ന്യൂസ്, കായംകുളം.